നമസ്കാരം സുഹൃത്തുക്കളെ, കുറേ കാലമായി വീഡിയോ എല്ലാം എടുത്തിട്ട്. അപ്പോൾ ഇന്നൊരു ഓട്ടം കിട്ടിയിട്ടുണ്ട്. ഇന്നലെ രാത്രിക്ക് വന്നിട്ടേ ഉള്ളൂ ഇവിടെ. അപ്പോൾ എയർപോർട്ടിൽ പോയിട്ട് എന്തോ ഒരു ഷിഫ്റ്റിംഗ്, അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ആ പോകുന്ന വഴിക്കും എയർപോർട്ടൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. സെറ്റായി. രാവിലെ എണീറ്റ് കഞ്ഞിയെല്ലാം വെക്കുമ്പോഴായിരുന്നു വിളിച്ചത്. പിന്നെ കുളിക്കാന്നെല്ലാം വിചാരിച്ചായിരുന്നു. ഇന്നലെ രാത്രിക്ക് എത്തിയതാണ്. പിന്നെ എല്ലാം ഓടി വന്നിട്ടാകുമ്പോൾ കുളിക്കാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ വണ്ടിയെടുത്ത് നമ്മൾ വൈറ്റ് ഫീൽഡ് കസ്റ്റംസ് ഓഫീസിൽ ബാംഗ്ലൂരിൽ ഓർഡറാക്കി കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവരാം. ഇവിടെ നമുക്ക് രാത്രിക്ക് അപ്പോൾ ഓട്ടോ ഉണ്ടാവും. ഞാൻ ഓട്ടാ കഞ്ഞി പിടിക്കാൻ യോഗമില്ല ഉണ്ണി. ഇപ്പോൾ നോ എൻട്രി കഴിഞ്ഞ ടൈമായിട്ട് കുറച്ച് തിരക്കുണ്ടാവും. അതിൻ്റെ ഉള്ളിലേക്ക് ഇന്നാകുന്ന വണ്ടികളാണ്. ഇത് പോയിട്ട് വേണമെങ്കിൽ റൈറ്റ് എടുത്ത് പുറത്തേക്ക് പോയി. ഇവിടുന്നൊരു 10-50 കിലോമീറ്റർ ഉണ്ട് ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ട്. എന്താ ലോഡൊന്നും. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ നോ എൻട്രി ഏരിയ എല്ലാം കഴിഞ്ഞ് ഔട്ടറിലെത്തി. ഇത് രണ്ടുപേരി പാതയാണ് റോഡ്. പക്ഷേ വീതി കുറവാണ്, നല്ല തിരക്കുണ്ടാവും ഇവിടെ. ഇതേപോലെ വേറൊരു റോഡുണ്ട്
ഹൈദരാബാദ് റോഡിലേക്ക് ഇറങ്ങണം. ബാംഗ്ലൂർ ലെഫ്റ്റ്, ഹൈദരാബാദ് റൈറ്റ്, ഡബ്ബാസ്പേട്ട മേലെ റോഡിലോട്ട് എത്തണം. അടിച്ച് ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് റോഡ് ഹൈദരാബാദ്. ഇതിപ്പോൾ തിരിച്ച് ബാംഗ്ലൂരേക്ക് ഹെബ്ബാന സിറ്റിയിലേക്ക് പോകുന്ന റോഡ്. പക്ഷെ നമുക്ക് അപ്പുറത്തോട്ടും ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ അപ്പുറത്തോട്ടും കയറി വരാം. പക്ഷേ അപ്പുറത്തോട്ട് രാത്രിക്ക് വരുത്തതാണ്. പകല് മോഹൻഡ്രേ ഉണ്ട്, നല്ല ഹെവി ട്രാഫിക് ആയിരിക്കും. ഇവിടെയുണ്ട് 2-3 സിഗ്നൽ ഹൈവേയിലുണ്ട്. സർവീസ് റോഡ് ചെറിയ റോഡാണ്, ചെറിയ ബ്ലോക്ക് ഉണ്ട്. നേരെ പോയി കഴിഞ്ഞാൽ എയർപോർട്ട്. ഇവിടെയാണ് ക്ലാസ്. അവൻ്റെ നിർത്തലം കണ്ടായിരിക്കും അവൻ്റെ തന്തേൻ്റെ വകയ റോഡുകളാണ്. അതാ വിമേല് കേൾക്കാൻ വേണ്ടി നിർത്തിയതാണ്. മറ്റേ അവൻ്റെ ഒരു നോട്ടം നാട്ടിലെങ്ങാട്ടായിരിക്കണേ. ഇവിടെ നമ്മൾ മെല്ലെ മെല്ലെ ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് പോകണം. അങ്ങനെ നമ്മൾ എയർപോർട്ട് അധീനതയിൽ എത്തി. ഇനി ഇവിടെ ഇങ്ങനെ സൈഡാക്കണം. കാരണം വെച്ചാൽ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വലിയൊരു പാർക്കിംഗ് ഉണ്ട്, അവിടെ കയറിയിട്ട് പാർക്ക് ചെയ്യണം. എന്തായാലും ഓൾറെഡി എയർപോർട്ടിലുള്ള കയറുമ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ട് പാർക്കിംഗ് ഷീറ്റ് എടുത്താൽ കാർഗോ സെക്ഷനിൽ ലോഡ് കയറ്റാൻ പറ്റും. പക്ഷേങ്കിൽ ഇവിടെ പോയി അവർ വിളിക്കുന്നവരവിടെ നിൽക്കുമ്പോൾ വലിയ പൈസയാവും. അതുകൊണ്ട് ഇനി വിളിക്കുമ്പം അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഇനിയത്തെ പരിപാടി കഞ്ഞി കുടിക്കണം. കഞ്ഞി കുടിച്ച് കമ്പനിയിൽ വിളിച്ചിട്ട് ഇവിടെ എത്തിയെന്നൊന്ന് പറയണം. ഒന്നുമില്ല, കഞ്ഞിയും വെണ്ടക്കാറും ആക്കിയായിരുന്നു. ചോറിലും വെക്കാമെന്ന് വിചാരിച്ചത്. ഇന്നലാണ് ഇവരെ വിളിച്ച് എയർപോർട്ട് ഓട്ടോ ഉണ്ട്, പിന്നെ ടൈം ഉണ്ടല്ലോ. കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, അതും തോരനാക്കി. കഞ്ഞി തന്നെ പെട്ടെന്നാകുന്നുണ്ട് പരിപാടി ഉണ്ടായിരുന്നു. സ്പൂണെടുക്കാം. ഇതാണ് നമ്മളെ പരിപാടി. നമ്മൾ സുഖമായിട്ട് കഴിക്കാം. കുഴപ്പമില്ല, വെണ്ട കുറച്ച് മൂത്ത് വരും. കഴിക്കാണ്ട് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പാസ്സാക്കി അങ്ങ് പോയി ഇങ്ങ് പോയി ഒരു സമാധാന സുഖമൊന്നുമില്ല. ഇവിടെ കഴിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റ് ഓട്ടേ ഉള്ളൂ. അവർ വിളിച്ചായിരുന്നു. ഒരു പമ്പുണ്ട് പാർക്കിങ്. അവിടെ പോയിട്ട് പാർക്കിങ്ങിൻ്റെ സ്ലിപ്പ് അടിക്കണം.
വർക്ക് അന്നേരം പുറത്ത് പോയി. വണ്ടീൻ്റെ മുകളിൽ കയറിയിട്ട് നോക്കുന്ന ലൈറ്റുകൾ. ഇനി വണ്ടി എടുത്ത് ഔട്ടറാണ്. നേരത്തെ തന്നെ കാർഡ് ഇവിടെ കൊടുത്ത് ക്യാഷ് അടക്കുക. വണ്ടിക്ക് എത്ര 210 രൂപ മണിക്കൂർ കൂടുന്നതാണ് വ്യത്യാസം. ലോഡ് പെട്ടെന്നായിരുന്നു. ഇങ്ങനെ ബില്ല് കിട്ടാൻ ലേറ്റായി. ലോഡ് കയറ്റുന്നെടുക്കാൻ വീഡിയോ അലോ എടുക്കും. അതുകൊണ്ട് അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇറക്കുന്നെടുക്കുന്ന നോക്കാം. ഫ്ലൈറ്റിൻ്റെ എഞ്ചിനാണ് കയറ്റിയത്. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ തിരിച്ചിറക്കേണ്ട സ്ഥലം. എയർപോർട്ടിൽ നിന്നുള്ള ഷിഫ്റ്റിങ് ഇന്നലെ രാത്രി ഇറക്കിയില്ല. ഓടിയുടെ എത്തി പറഞ്ഞ് രാവിലെ ഇറക്കി തരും. അപ്പോഴേക്ക് ഈ ഗോഡൗണൊക്കെ പൂട്ടി പോയേനെ. ഞാൻ അവിടെ 9:30 അതിനെത്തുമ്പോൾ. ഇതാണ് ഗോഡൗണ്. 2 ഗോഡൗണുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ ഗോഡൗണ്, ചെറിയൊരു ഗോഡൗണാണ്. എങ്ങനെ വേണം വരാൻ. ഇതാണ് കോൺക്രീറ്റ് റോഡ്. ലോഡ് കാണിച്ചു തരാം. ഇത് 4 ലിഫ്റ്റ്. ഇത് ഇറക്കണം. ഇതാണ് നമ്മൾ ലോഡ്. അത്ര 5 ടണ്ണേ ഉള്ളൂ. ഇത് എയർപോർട്ടിൽ നിന്ന് ഷിഫ്റ്റിങ് അത്രയേ വരുന്നുള്ളൂ. ഇതാണ് സാധനം. ലോഡ് ഇറക്കുമ്പോൾ മര്യാദയ്ക്ക് കാണിച്ചു തരാം. ഇന്നലെ വന്നപ്പോൾ ഇത് ടാർപ്പ് എടുത്ത് പൊത്തി വെച്ചതാ. മഴയാറ്റും കാലക്കെട്ടിന് പെയ്താൽ വിട്ടുപോയില്ലേ. അങ്ങനെ രാവിലെ ഫോർക്ക് ലിഫ്റ്റിൻ്റെ ആൾ വന്നപ്പോൾ നല്ല ടാർപ്പായി മടക്കി വെക്കാന്ന് വെച്ചു. അപ്പോൾ ഇന്നലെ നല്ല തണുപ്പുണ്ടായിരുന്നു. ടാർപ്പായി മൊത്തം മഞ്ഞിൽ കുളിച്ചിന്. എന്താ ഭാഗ്യം, പൊത്തി വെച്ച ഭാഗ്യം തന്നെ. അതിന് ഓൾറെഡി ഒരു കവറിങ് ഉണ്ട്. എന്നാലും നമ്മളൊരു സേഫ്റ്റിക്ക് പായി ഇട്ടതെന്നുള്ളൂ. ഇങ്ങനെ വേണം പായി മടക്കാൻ. ഒരു നല്ല ഏരിയയിലെ സ്ഥലത്ത് വലിച്ച് കൊണ്ടുപോയി ഫുള്ള് നീർത്ത് മടക്കി സെറ്റാക്കി വെക്കണം. എന്നാലും അടുത്ത ലോഡ് കയറ്റുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി കഴിയും. മടക്കി മര്യാദക്കെടുത്ത് കെട്ടി വെക്കണം. ഇത് 20 അടീൻ്റെ വായിയാണ്. ഇതിൻ്റെ ഇരട്ടി 40 അടീൻ്റെ വായി ഉണ്ട് വണ്ടിയിലൊന്ന്. ടോട്ടൽ 3 വായിയാണ്. ഇപ്പോൾ ചെറിയ ചെറിയ ലോഡിന് ഇതെടുക്കും. 40 അടീൻ്റെ വായി മടക്കിൽ കുറച്ച് റിസ്ക്കില്ല സംഭവമാണ്. നല്ല ഏരിയ വേണം. മറ്റേ ഫ്ലൈറ്റിൻ്റെ വീല് അതിൻ്റെ കൂടെ അവിടേക്ക് വന്ന വണ്ടികളൊക്കെ ഇവിടുന്ന് വേണം ലെഫ്റ്റിലോട്ട് ഒടിഞ്ഞു പോയാൽ. ഇവിടത്തേക്ക് കോൺക്രീറ്റ് റോഡ് ശരിക്കും എൻഡാണ്. അപ്പോൾ ഈ വണ്ടി മാറ്റണ്ട, കുറച്ച് കൂട്ടിയും ഓടിച്ചാൽ കുഴപ്പമില്ല, കിട്ടും. വേറൊരു വണ്ടിയും കൂടി ഉണ്ട് അപ്പുറം. ഡ്രൈവർ ഉള്ളിലുണ്ടാവും, നോക്കാം. കണ്ടാൽ ഈ വണ്ടി കുറച്ച് റിവേഴ്സ് ഇടണം. എന്നാലേ നമുക്ക് റൈറ്റ് കൂട്ടിയിട്ട് ലെഫ്റ്റിലോട്ട് ഓടിച്ചെടുക്കാൻ പറ്റും. ലെഫ്റ്റിലൊരു കട്ടിങ്ങാണ്. കുഴപ്പമില്ല, അവൻ ബാക്കോട്ടാക്കി തരുന്നുണ്ട്. കുറച്ച് നല്ലോണം അവൻ ബാക്ക് പോകണം, എന്നാലേ നമുക്ക് നേർത്തെടുക്കാൻ പറ്റും. ഇതാ ഡാഷ് ബോർഡിൽ ക്യാമറ സെറ്റാക്കി വെച്ചത്, അതാണ് സൈഡ് കാണാൻ പറ്റാത്തത്. അവിടെ ഒരു ആ വണ്ടീൻ്റെ പുറകിലൊരു ചെറിയൊരു അമ്പലമുണ്ട്, ആൽത്തറ. അതുകൊണ്ട് മതിയാവും, കട്ടായിട്ട് അങ്ങ് പോവാം.
കുറച്ച് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ലോഡെല്ലാം എടുത്ത് വരുമ്പോൾ ശരിക്കും പെട്ടുപോകും. കാരണം വെച്ചാൽ ഇത്രക്ക് ഒറ്റപ്പെട്ട റോഡാണ്, കട്ട് ചെയ്ത് കിട്ടൂല. ഞാൻ കുറച്ച് കാലം കൂടി ആയതുകൊണ്ട് വലിയ റിസ്ക് വന്നിട്ടില്ല. ഈ റൈറ്റ് സൈഡിൽ ഇവരെ വേറൊരു ഗോഡൗൺ എന്നിൽ ഇറക്കിയ ഇവരൊക്കെ മറ്റേ ഫ്ലൈറ്റിൻ്റെ വീല് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. വണ്ടി കണ്ടിട്ടാണോ അല്ലെ എന്നെ കണ്ടിട്ടാണോ ചിരിക്കുന്നുണ്ട് പിള്ളേർ. ഞാൻ കുറേ കമ്പനികളിൽ പോയി കഴിഞ്ഞാൽ അതുപോലെ പിള്ളേരുണ്ടാവും. നമ്മൾ മൈൻഡാക്കൂല, പക്ഷെ ചിരിച്ചെങ്കിലും നമ്മുടെ അടുത്ത പരിപാടി പോകും. നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ന കാര്യങ്ങളങ്ങ് ചെയ്യും. ലോഡർക്കിൽ ലോഡ് കയറ്റൽ, പിന്നെ അവരവിടെ ചിരിച്ച് അതവിടെ കഴിഞ്ഞ് തിരിച്ച് ഇഷ്ടം പോലെ പിള്ളേരുണ്ടാവും. റൈറ്റ് ഫീൽഡാണ് പോകാൻ പറഞ്ഞു. പിന്നെ പോയി എവിടെയും കൊതിക്കുന്ന ഓരോ ഉറക്കെല്ലാം ഉറങ്ങി വരുമ്പോൾ അങ്ങനെ നമ്മളെ എയർപോർട്ട് ട്രിപ്പ് എടുത്തോടെ ക്ലോസ് ആയി. അപ്പോൾ ഞാനിപ്പോൾ മുന്നോട്ടേക്ക് ഇനി പോകാനാവില്ല. മുന്നോട്ടേക്ക് നോയൻട്രിയ ബാംഗ്ലൂർ സിറ്റിക്കുള്ള മുന്നോട്ടേക്ക് ഇവിടുന്ന് ഒരു 9 മണിയാകുമ്പോൾ എടുക്കണം. അപ്പോൾ ഇതില്ലതിപ്പോൾ ഹെബ്ബാല ഹൈദരാബാദ് റോഡ് ടോൾ ഗേറ്റ് കാണുന്ന ഇതാണ് ഹൈദരാബാദ് റോഡ്. അങ്ങനെ വണ്ടിയുടെ സൈഡാക്കിയിട്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, വേറൊന്നും പറയാനില്ല. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.